നമ്മൾ ക്യാമറ വാങ്ങുന്നത് പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ക്യാമറ ബാഗ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറ ലെൻസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ചുമതല ക്യാമറ ബാഗിനുണ്ട്. മാത്രമല്ല, നമ്മൾ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നമ്മൾ വെയിലൊക്കെ കൊണ്ട് ഒരുപാട് നടന്നൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ ബാഗ് ബാക്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന നമുക്ക് പുറത്ത് ഹീറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു ബാഗ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, എയർ മെഷ് ഫില്ല് ചെയ്തിട്ടുള്ള സ്പോഞ്ചിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. എയർ മെഷ് ഫില്ല് ചെയ്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ശരിക്കും എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ബിൽഡപ്പ്. ഇതിൻ്റെ സ്ട്രാപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എത്ര നേരം ഇങ്ങനെ ഇട്ട് നടന്നാലും നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ഹൈക്കിങ്ങോ ഓട് ചാടൊക്കെ സ്പീഡായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ബാഗ് ബാക്കിൽ കിടന്ന് അടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു ബെൽറ്റ് വന്നിട്ട് നമ്മൾ അരഭാഗത്തൊരു ബെൽറ്റ് വരുന്നുണ്ട്. ഈ ബെൽറ്റ് വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പറ്റും. മാത്രമല്ല, കുറച്ച് വെയിറ്റ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വെയിറ്റ് കുറക്കാനും പറ്റും. അപ്പോൾ വെയിറ്റും കുറക്കാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രാപ്പും കൂടിയാണ് ഈ ബാഗിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബിൽഡ് നോക്കി കഴിഞ്ഞാൽ നൈലോൺ ഫാബ്രിക്കിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. പെട്ടെന്ന് ചെറിയ മഴച്ചാറിലൊക്കെ വരികയാണെങ്കിലും അത് എന്താ പറയുക, സ്കിഡ് ചെയ്ത് പോയിക്കോളും, ഉള്ളിലേക്ക് വലിച്ചെടുക്കില്ല. അതിന് അങ്ങനെ രീതിയിലുള്ള ഒരു മെറ്റീരിയൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു വെതർ പ്രൂഫ് എന്ന് പറയാം. പക്ഷേ എന്ന് വിചാരിച്ച് ഫുള്ളി വാട്ടർ പ്രൂഫോ റെയിൻ പ്രൂഫോ എന്ന് പറയാൻ പറ്റില്ല. റെയിൻ പ്രൂഫ് വേണമെങ്കിൽ ഇതിനുള്ളൊരു റെയിൻ കവർ വരുന്നുണ്ട്. ആ റെയിൻ കവർ ഉപയോഗിച്ചിട്ട് നമുക്ക് റെയിൻ പ്രൂഫായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളൂ. ഇതിനുള്ള റെയിൻ കവർ വരുന്നുണ്ട്. മഴ വരികയാണെങ്കിൽ ആ റെയിൻ കവർ ഇട്ടിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മഴ കൊള്ളാതെ രക്ഷപ്പെടാൻ പറ്റും. അതിനുള്ള റെയിൻ കവർ വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ലോക്കും കൂടെ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ട്രൈപോഡൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ രീതിയിലാണ് ഈ ഒരു സാധനം വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ സൈഡിലുണ്ട്. വേണമെങ്കിൽ രണ്ട് ട്രൈപോഡ് വെക്കാം. അതല്ലെങ്കിൽ ഒന്നിൽ വാട്ടർ ബോട്ടിലാക്കാം, ഒന്നിൽ ട്രൈപോഡ് വെക്കാം. ഈ രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മുടെ കംപ്ലൈൻറ്റ് വരിക ഈ ഒരു സിപ്പറിനാണ്. ഈ സിബ് കംപ്ലൈൻറ്റ് ആവലാണ് ഏറ്റവും വലിയൊരു ക്യാമറ ബാഗിൻ്റെ ഒരു പ്രശ്നം. ഇത് വരുന്നത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി ബ്രാൻഡായിട്ടുള്ള YKK സിപ്പറാണ്. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് 6-10 ഇയേഴ്സ് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി ബാഗാണ്. ഇതിൻ്റെ പേര് വരുന്നത് ശരിക്കും തിങ്ക് ടാങ്ക് മിറർലെസ് മൂവർ എന്നാണ്. പെട്ടെന്ന് നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ ബാഗിൻ്റെ ഫോട്ടോ കാണാം, മിറർലെസ് മൂവർ തിങ്ക് ടാങ്ക് എന്താ വിചാരിക്കും. തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ US കമ്പനിയാണ്. ആ കമ്പനിയാണ് ഇത് ഉണ്ടാക്കുന്നത്. മിറർലെസ് മൂവർ എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. കാരണം ഇപ്പോൾ മിറർലെസ് ക്യാമറകളാണല്ലോ എന്ന് വിചാരിച്ച് ചെറിയ ബാഗൊന്നുമല്ല, നമുക്ക് വലിയ ക്യാമറകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. കണ്ടോ, ഇത്രയും സ്ഥലത്ത് നമുക്ക് 2 ക്യാമറ ബോഡി, ഒരു ടെലി ലെൻസ്, പിന്നെ 2-3 ലെൻസുകൾ വേറെ, ഡ്രോണ് ഒക്കെ വെക്കാൻ സൗകര്യത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, അത്രയും നല്ല സൗകര്യത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മാത്രമല്ല, നിങ്ങൾ അന്ന് ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മേ ബി നമ്മൾ ബാംഗ്ലൂരോ ഡൽഹിയൊക്കെ പോയിട്ട് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരികയാണെങ്കിലും നമുക്ക് ഒരു ക്യാമറ ബോഡിയും 2 ലെൻസുകളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊള്ളെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഭാഗം നമുക്ക് നമ്മളെ പാനും ഷർട്ടൊക്കെ മടക്കി വെക്കാനോ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ക്യാമറ മാറ്റിയിട്ട് ഇവിടെ പാനും ഷർട്ടൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ ഒരു മൾട്ടി പർപ്പസ് ബാഗായിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബാഗാണിത്. കണ്ടോ, അപ്പോൾ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലത്തെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. അത് റെയിൻ കവറാണ്. ഇതിനുള്ളിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സാധനം. അതുകൊണ്ട് തന്നെ ഒരിഞ്ഞിട്ടൊന്നായിട്ടും സ്ക്രാച്ച് വരാനോ അങ്ങനെ സാധ്യതകളൊന്നും വരില്ല. കാരണം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ബിൽഡിങ് കംപ്ലീറ്റ് സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഓപ്പണിംഗ് വരുന്നത് കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളിത് വിട്ട് കഴിഞ്ഞാൽ സിപ്പ് അടക്കാനൊന്നും പോകണ്ട, പെട്ടെന്ന് നമ്മളിത് വിട്ട് കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞ് ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ ഒരു മാഗ്നറ്റിക് സിപ്പർ വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ നമുക്ക് ഫയലൊക്കെ വെക്കാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. ഇതിലൊരു ബുക്കൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ചിട്ട് എഴുതിയ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബുക്കൊക്കെ ഉണ്ട്. വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു വലിയ ഫയലൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കടാ ഒരു സിപ്പർ ചെറിയൊരു ബാഗ് ഇവിടെ വരുന്നുണ്ട്. നമ്മളെന്തെങ്കിലും SD കാർഡോ മെമ്മറി കാർഡോ പൈസ ഒക്കെ ഇട്ട് വെക്കാൻ രീതിയിലുള്ള ഒരു കാർഡ് വരുന്നുണ്ട്. പിന്നെ കീ ഒക്കെ നമുക്കിവിടെ ലോക്ക് ചെയ്ത് കീ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കീ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. പിന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 14 ഇഞ്ച് ലാപ്ടോപ്പിന് വേറെ നല്ല സ്പേസ്, കുറച്ചും കൂടി സോഫ്റ്റ് കവേർഡൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു പാഡൊക്കെ ഉള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. 14 ഇഞ്ച് ലാപ്ടോപ്പ് വരെ നമുക്ക് അതിനുള്ളിൽ കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പോൾ നോർമലി 14 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ബാഗ് തന്നെയാണ് തിങ്ക് ടാങ്ക്. അപ്പോൾ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണിത്. പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ക്യാമറയും സാധനം എടുക്കണേ മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് സൗകര്യം എന്താ വെച്ചാൽ നമ്മൾ ഓരോന്ന് ലെൻസ് അവിടെ തപ്പി പോകണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫുൾ പാനൽ ആക്സസ് ആണ് ഇതിൻ്റെ വേറൊരു ഗുണം. അപ്പോൾ തിങ്ക് ടാങ്ക് മിറർലെസ് മൂവർ ഒരു അടിപൊളി ബാഗാണ്. കുറച്ച് ദിവസം എൻ്റെ കയ്യിലുണ്ട്, ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ നികിത ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ ലിങ്കോ കൊടുക്കാം. അതിൽ പോയിട്ട് ഇതോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് കളറുകളുണ്ട്. ഒരു ടൈപ്പ് ഓഫ് ഓറഞ്ച് കളർ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഗ്രീൻ അല്ലേ,
ഇനി ഒരു ടൈപ്പ് ഓഫ് ഓറഞ്ച് കളർ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 4 കളറിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അവരുടെ സൈറ്റിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ആൾ.